അല്ലാഹുവിന്റെ റസൂൽ ഫബകാ ഹബീബായ തങ്ങളെ പൊട്ടിക്കരഞ്ഞിട്ട് സുമ്മ റഫഅ ബിയദൈ ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ കരങ്ങൾ ഉയർത്തുകയാണ്. ആകാശ ലോകത്തേക്ക് നബി തങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നു. ഫഖാൽ അല്ലാഹുമ്മ ഉമ്മത്തി അല്ലാഹുമ്മ ഉമ്മത്തി ഫബകാ തവീലാ. അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ ഉമ്മത്തികളെ, എൻ്റെ ഉമ്മത്തികളുടെ കാര്യം അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തികളുടെ കാര്യം അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് വളരെ ദീർഘനേരം കരയുകയായി. പടച്ച തമ്പുരാൻ ഹബീബായ തങ്ങളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ വന്നപ്പോ, അത് കാണാൻ അല്ലാഹുക്ക് വിഷമമായപ്പോ നാദാ ജിബ്രീലാ, ജിബ്രീലിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുകയാ, യാ ജിബ്രീൽ ഇദ്ഹബ ഇലാ മുഹമ്മദിൻ ഫസൽഹു ബിമാ തബ്കീ. ആ മുഹമ്മദിലേക്ക് പോയിട്ട് ചോദിക്കണേ, എന്തിനാണ് അങ്ങ് കരയുന്നതെന്ന് ചോദിക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി തങ്ങളോട് ചോദിക്കുകയാ, ഹബീബേ അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടതാ, അങ്ങയുടെ കരച്ചിൽ കാണാൻ കഴിയാതെ എന്തിന്റെ പേരിലാണ് അങ്ങ് കരയുന്നത്? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബിയുടെ സംഭവവും ഈസാ നബിയുടെ സംഭവവും അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചു കൊടുക്കുകയാ. ജിബ്രീലേ, എന്റെ ഉമ്മത്തികളുടെ അവസ്ഥ എന്തായിരിക്കും ജിബ്രീലേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞുകൊണ്ട് തന്റെ ഉമ്മത്തികളുടെ വിഷമങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ജിബ്രീൽ പോയിട്ട് അല്ലാഹുവിനോട് കാര്യം അറിയിക്കുകയാണ്. ഉടനെ ഹബീബായ തങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, ജിബ്രീൽ ആ പ്രവാചകനോട് പോയി പറയണേ, ഇന്നാ സനുർളിക ഫീ ഉമ്മതിക വലാ നസൂക. നബിയേ, അവിടുത്തെ ഉമ്മത്തികളെ ഞാൻ വേദനിപ്പിക്കുകയില്ല, വിഷമിപ്പിക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല. അങ്ങയെയും അവിടുത്തെ ഉമ്മത്തികളെയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബിക്ക് സമാധാനം വന്നത്. സമാധാനായി. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോ വാളുക ഇഷ്ടമില്ലാത്ത ഇങ്ങക്കും ചെയ്തത് നബിയാട്ടോ. നിങ്ങളൊക്കെ വിചാരിക്കുമ്പോ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കുമ്പം ശൈത്താൻ വന്ന് പറയൂടെ കുത്തിയിട്ട് നിനക്ക് നടുവേദന എടുക്കുന്നില്ല, നീ ചുമ്മാ അവിടെ ഇരിക്കുമ്പോൾ നിനക്ക് നടുവേദന എന്ന് പറയുന്നില്ല. ഇപ്പൊ എന്താ നിനക്ക് നടുവേദന എടുക്കാത്ത? പോടാ, പോയി വീട്ടിൽ പോയി കിടന്ന പോടാ, പറയെ കുത്തും. അപ്പൊ അവനോട് ചൊറിച്ചിൽ വരും, മെല്ലെ ചൊറിഞ്ഞോണ്ട് എഴുന്നേക്കും. ശൈത്താന്റെ പണിയാ. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ നീ നന്നാവും. ശൈത്താന്റെ പണി എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ നാളെ കിടക്കാൻ ആള് വേണ്ടേ? പൗരത്വം ഇല്ലാത്തവന്മാരുടെ കൂടെ ആഖിറത്തിൽ കിടക്കണ്ട, അവിടെ നരകത്തിൽ പോയി കിടക്കണ്ട. അതിന് വേണ്ടിയിട്ട് ശൈത്താന്റെ പണിയാ നമ്മളെങ്ങനെ എങ്ങനെയെങ്കിലും വരട്ടി അവന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി. നമ്മള് മൊയ്ലിയാരുടെ പ്രസംഗമല്ലേ കേട്ടുള്ളൂ, ശൈത്താന്റെ പ്രസംഗം കേട്ടുണ്ടാ? ശൈത്താന്റെ വലിയൊരു പ്രസംഗമുണ്ട് കേട്ടോ. അടുത്തേത് പ്രസംഗം ശൈത്താന്റെ. നമ്മളൊക്കെ അബൂബക്കർ മുസ്ലിയാർ, ആ മുസ്ലിയാർ, ഈ മുസ്ലിയാരുടെ പ്രസംഗങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുള്ളത്. എന്നാ മഹാനായ ശൈഖുന ഇബ്ലീസ് അവന്റെ പ്രസംഗം ഭയങ്കര പ്രസംഗം. ഇപ്പോഴെന്നറിയാം, ഇവിടെ അല്ല, ആൾ മത്സരം പോയിട്ട് അയാൾ വലിയൊരു പ്രസംഗം നടത്തും. മൈക്കൊന്നും വേണ്ട, എല്ലാരെയും വിളിച്ചിട്ട് എല്ലാവർക്കും വലിയൊരു പ്രസംഗം നടത്തും. അന്ന് പറയും, നീ എന്തിനാ എൻ്റെ കൂടെ കൂടിയത്, എന്തിനാ നീ കൂടിയത്? അല്ല, നീ അല്ലേ എന്നെ വിളിച്ചോണ്ട് ആ വാതിന്റെ സസ്യ മൊയിലാരുടെ ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുമായിരുന്നല്ലോ, നീ എന്നെ പൊക്കിക്കൊണ്ട് പോയത് എന്തിനാ ശൈത്താനെ? അതാ എൻ്റെ പണി അതായിരുന്നു. നീ എന്തിനാ പൊങ്ങാൻ പോയത്? ഞാൻ പൊക്കാൻ പോയപ്പോ നീ എന്തിനാണ് പൊങ്ങാൻ പോയത്? നിങ്ങൾക്ക് അവിടെ ഇരുന്നൂടായിരുന്നോ? എല്ലാത്തിനും ഖിലാഫായിരിക്കുന്ന ആൾ ആഖിറത്തിൽ. അവസാനം പറയും, ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അളിയാ, വാ നമുക്ക് കിടക്കാൻ പറ്റുകൊണ്ട്. ഹാറൂനും ഫിറൗനും ആമാനും ഉബയ്യബനും ഖലഫും ഒക്കെ കിടക്കുന്ന കണ്ടില്ലേ? ഇടി കൊള്ളുന്ന കണ്ടായിരുന്നോ? ഉള്ളോ എന്തൊരു കുത്താ കൊള്ളുന്നു, വാ കൂട്ടത്തി വാ, നമുക്ക് അവിടെ പോയി കിടക്കാം എന്ന് പറഞ്ഞ് മെല്ലെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ ഒരു വലിയ പ്രസംഗമുണ്ട് സൂറത്ത് ഇബ്രാഹിമില്. ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കാം. അള്ളാഹു നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് സഹായിക്കട്ടെ. ശൈത്താനിനെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു തആല ഇറക്കി വിട്ടപ്പോ പറഞ്ഞു, പടച്ചോനെ നീ എന്നെ ശപിച്ചിട്ട് ഇറക്കി വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, ഞാൻ സ്വർഗത്തിൽ നല്ല സന്തോഷത്തോടെ കഴിഞ്ഞുകൂടിയതാണ്.
ഇനി ഈ ഭൂമിയിൽ വന്ന് ഞാൻ എവിടെ താമസിക്കും? എനിക്കൊരു വീട് താള്ള, പൗരത്വം ഇല്ലല്ലോ പടച്ചോനെ. ഒരു പൗരത്വമുള്ള സ്ഥലം എന്താ പടച്ചോനെ? എനിക്ക് പൗരത്വമുള്ള സ്ഥലം കക്കൂസ് തന്നിരിക്കുകയാണ്, പോയിക്കോളാൻ പറഞ്ഞു. പിശാചിന് ഭൂമിയിലുള്ള സ്ഥലം എവിടെയാണ്? വാസസ്ഥലം കക്കൂസ്. മനസ്സിലായില്ലേ? ബാത്റൂമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി, ആൺ പെൺ പിശാചിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. മനസ്സിലായില്ലേ? ആൺ പെൺ പിശാചുണ്ട്, ആണുണ്ട് പെണ്ണുണ്ട്, വലത്തെ തുടയിലും ഇടത്തെ തുടയിലുമാണ്. ഇവർ രണ്ടുപേരെയും തമ്മിൽ ജിമാ ചെയ്യിപ്പിക്കും. അതാണ് ചിലർ കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആട്ടും, കാല് ആട്ടാൻ പാടില്ല. ഇങ്ങനെ ആട്ടിയാൽ ആൺ പെൺ പിശാചികൾ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടലാണ്. അതിലൂടെ ഒരുപാട് കുട്ടികൾ ഉണ്ടാകും. അങ്ങനെയാണ് കുട്ടികൾ. തുടയിലാണ് അല്ലാഹു തആല അവരുടെ ചെയ്തിരിക്കുന്നത്. ഇല്ലേ? അതുകൊണ്ട് നമുക്ക് വലിയ രസമല്ലേ എവിടെയെങ്കിലുമൊക്കെ പോയി കസേര ഇരിക്കുമ്പോൾ ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കാൻ? കാരണം എന്താ? നമ്മള് മൂപ്പിലാണ്ട് സഹോദരനല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കാലാട്ടാൻ തോന്നുന്നത്. നമ്മുടെ മനസ്സ് വരുന്ന അത് തന്നെയാണ്. പാടില്ല. മനസ്സിലായില്ലേ? കമന്ന് കടന്ന് കുട്ടികൾ കാല് വെക്കുമ്പം, കാല് പൊക്കരുതെന്ന് പറയൂലേ? നമ്മുടെ കുട്ടികൾ കട്ടിലിന്റെ മുകളിൽ കയറി ഇരുന്ന് കാലാട്ടുമ്പം പറയടാ കാലാട്ടല്ലടാ, എൻ്റെ ഉമ്മ എന്തെങ്കിലും മരിച്ചു പോടാന്ന്. കാലാട്ടല്ലെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം? കൊട്ടൻ ചുക്കായി തായാലും താഴെ ഇരിപ്പുണ്ട്, അത് തട്ടി എങ്ങാനും കളഞ്ഞ കിളവിക്ക് പിന്നെ എവിടെ പോയി തടവാനിത്? ഒപ്പിച്ച് എടുത്ത് മേടിച്ച പാട അവർക്കറിയാം. ആരെങ്കിലും നേരത്തെ പാളയന്തോടാൻ പഴത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തരുവോ മേടിച്ചു? പിന്നെ ആര് മേടിച്ച് തരാനാ? അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട കിളവിക്ക് കിട്ടിയത് കൊണ്ട് ഒളിച്ചു വെക്കുന്ന കട്ടിലിനടിയില്ല. അപ്പൊ ഇവൻ പോയിട്ട് ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരുന്ന അതെങ്ങാനും തട്ടി താഴെ വീണ പോയില്ലേ? പിന്നെ വന്ന് മക്കളടുത്ത് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ പറയും കിളവി ഇന്നലെയല്ലേ മേടിച്ചാന്ന്. അതിന് മുമ്പ് എന്തിയെ? എടാ നിന്റെ മോനാ അത്, അവൻ തട്ടിക്കളഞ്ഞു, അത് അവന്റെ അടുത്ത് പോയിട്ട് വരുന്നു പറയും. തീർന്നു. ഒന്നാമത് വിസ്മിയില്ലാത്ത മക്കളുവാ. ഒക്കെ ചൊല്ലാൻ മറന്നുപോകൊണ്ടുള്ള പ്രശ്നം എമ്മാരത്ത് പറഞ്ഞാങ്ങൾ അനുസരിക്കുമോ? ഇപ്പൊ ജയിലിൽ തുറന്നു വിട്ടപ്പോൾ തന്നെ വന്ന പോലെ വരുന്ന എല്ലാ എണ്ണം കൂടെ ആ പൗരത്വം ഉണ്ടോടാ എനക്കല്ല, അടിയാധാരം എടുത്ത് വെച്ചാരെല്ലാരും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു ഇരിപ്പിടം തരട്ടെ. നബിതങ്ങളെ സ്നേഹിക്കാൻ തൗഫീഖ് തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എന്നറിയോ? ഇസ്തിഗ്ഫാർ ട്ടോ, തൗബ. ഇന്ന് രാത്രിയൊക്കെ നല്ലപോലെ അല്ലാഹുവോട് പൊരുത്തം ചോദിക്കും. ഒരുപാട് തെറ്റാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദിവസം തോറും തെറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ആ പ്രവാചകന്മാരുടെ ദുആ എന്താണ്? ആ സ്വഹാബാക്കളുടെ ദുആ എന്താണ്? വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലൂ റബ്ബനഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാവങ്ങളെ നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. രണ്ടാമത് ദുആ ചെയ്യേണ്ടത് വൈസറാഫനാ ഫീ അംരിനാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുർവ്യയങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി അല്ലാഹ്. പറയണം, ഇതൊക്കെ പറയണം, ഏറ്റ് പറയണം. ചുമ്മാ ഒന്നും അല്ലാഹു തആല സ്വീകരിക്കത്തില്ല. ഒരുപാട് നമ്മൾ ദുർവ്യയം ചെയ്തില്ലേ? വീട്ടില്, സംസാരത്തില് 4 പെണ്ണുങ്ങൾ 5 പെണ്ണുങ്ങൾ കുടുംബം പിത്തിനെയും പ്രസാദം പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യം ഉണ്ടാക്കി വെക്കില്ല. എന്തിനാ മോളെ, എന്തിനാ ഇത് പറയാൻ പോണത്? നിന്റെ നാവ് നാളെ നരകത്തിൽ പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്? എല്ലാ വെള്ളിയാഴ്ച പോകുന്ന ഒരു ആയത്തുണ്ടല്ലോ, എന്താ ആയത്ത്? ആരാ വിജയികൾ? ആരാ? ഒരൊറ്റ ആയത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. ചുമ്മാ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ സംസാരിക്കും, ആവശ്യമില്ല. എവന്റെയെങ്കിലും ഇച്ചിരി പച്ച ഷവർമ തിന്നാതെ. ഷവർമ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം കൊല്ലം മനസ്സിലായോ? അരിയ ഇങ്ങനെ. എന്തിനാ അത്? തെളിവാ. വലിയൊരു കത്തി വെച്ചിട്ട് ബംഗാളി കടകടകടകടാന്ന് അരിഞ്ഞ്, പിന്നെ അത് എടുത്തിട്ട് വീണ്ടും കിടകിടാന്ന് അരിഞ്ഞ്, പിന്നെ എടുത്ത് മറ്റൊരു കവർണത്തിട്ട് ചുരുട്ടി 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 വായിക്കാത്തോണ്ട് വെച്ചിട്ട് വീണ്ടും അതിന്റെ ഒരു കോലം. അങ്ങനെ നടന്നൊരു കോഴിയാ ഇന്നലെ പുളിയൻകുടിയില്, തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ ഓടി നടന്ന ഒരു സാധനം എങ്ങനെയൊക്കെ ചവച്ച് അരച്ച് അരച്ച് കടിച്ച് തിന്നാണ്. ഇതേപോലെ നാളെ നരകത്തിൽ അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിൽ പോയപ്പോ കണ്ട സംഭവമാണ്. ഒരു കൂട്ടം ആളുകൾ നരകത്തിൽ കിടക്കുമ്പോ ഒരു മലക്ക് വന്നുകൊണ്ട് അവരുടെ കൈകളിലേക്ക് ഒരു കത്തി കൊടുക്കുകയാണ്. ശേഷം അവരോട് പറയുന്നു,
നിങ്ങളുടെ പാർശ്വത്തിലുള്ള മാംസങ്ങൾ നിങ്ങൾ സ്വമേധയാ മുറിച്ച് നിങ്ങൾ തിന്നണേ. കത്തി കൊണ്ടുവന്നിട്ടേ രണ്ട് സൈഡിലും അരിയാൻ. ഷവർമ അങ്ങനല്ലേ? ഇത് തന്നെ സംഭവം. അരിയാൻ പറയാണ്. അല്ലാഹുവിന്റെ റസൂല് കാണുകയാ, ഒരു വിഭാഗം ആളുകളോട് മലക്കുകൾ ഗർജനത്തോടെ പറയുന്നു, അവരെ ആക്രോശിച്ചുകൊണ്ട് പറയുന്നു, അവരുടെ കയ്യിൽ കത്തി കൊടുത്തിട്ട് ഇത് അരിയടോ, സുമ്മ കുലൂ, അവരോട് പറയുകയാണ് അത് തിന്നണേ തിന്നണേ. കാരണം എന്താണ്? കുന്തും തഅകുലൂന ലുഹൂമൻ നാസി ഫിദ്ദുനിയാ, ദുനിയാവിൽ ജനങ്ങളുടെ പച്ച ഇറച്ചി തിന്നവനല്ലേ, അതുകൊണ്ട് ഇപ്പോ ആ പച്ച ഇറച്ചിയെല്ലാം ഒരധിക പറ്റായി നിന്റെ ശരീരത്തിൽ കിടക്കുകയാ. അതുകൊണ്ട് സ്വന്തമായി നിന്റെ ശരീരത്തെ നീ മുറിച്ചു തിന്നണേ. ദുനിയാവിൽ ജനങ്ങളുടെ പച്ചിറച്ചി തിന്നവനല്ലേ, തിന്ന്. എത്ര പെണ്ണുങ്ങളും ആണുങ്ങളും ഷവർമ തിന്നേണ്ടി വരും നരകത്തിൽ കിടന്ന്. നഊദു ബില്ലാഹ്. എത്ര പേര് തിന്നേണ്ടി വരും? അല്ലാഹു തആല പറഞ്ഞ വാക്കേ കുലു കൗലൻ സദിദ, നല്ലത് സംസാരിക്കാവുന്നു. ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയട്ടെ, നീ അറിഞ്ഞാൽ എന്താ? ബൈക്കും കൊണ്ടുവന്ന് അവള് കയറി അങ്ങ് പോയി. ബൈക്കും കൊണ്ടുവന്ന് അവള് കയറി അങ്ങ് പോയി. ബാക്കി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ സംഭവം. ചിലപ്പോ അവളുടെ ഇക്ക പരീക്ഷയ്ക്ക് പോകാൻ സമയമായി, വേറെ വണ്ടി കിട്ടിയില്ല, പെട്ടെന്ന് ഇക്ക താമസിക്കുന്ന അങ്ങ് ചക്കോള്ളിയിലായിരുന്നു, അവിടുന്ന് വരുത്തി മറ്റേ മുട്ട ഇട്ടുകൊണ്ടാണല്ലോ വരുന്നത്, അതുകൊണ്ട് ആരും അറിയത്തില്ലല്ലോ. പെട്ടെന്ന് വന്ന് ഇവള് കയറി അതിനകത്ത് പെട്ടെന്ന് അങ്ങ് പോയി. ഹക്കീക്കത്ത് എന്താന്ന് മനസ്സിലായില്ല. അയൽവക്കത്തിരുന്ന് അവള് കണ്ടപ്പോൾ ഒരുത്തം ബൈക്കിങ് കൊണ്ടുവന്ന് ഇവളെ കയറ്റിക്കൊണ്ടുപോയതാ സംഭവം. എന്താന്ന് മനസ്സിലായോ? വല്ല അറിഞ്ഞോ? എന്റെ പൊന്നു പെങ്ങളെ, സഹോദര, ഫിത്ന എന്ന് പറഞ്ഞ, ഗീബത്ത് എന്ന് പറഞ്ഞ ഒറ്റ ഒരു കാര്യം മനസ്സിലാക്കിയത്. അബൂബക്കർ മുസ്ലിയാർ നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. എല്ലാവരും ഷാളിട്ട് ഇരുന്ന് പ്രസംഗിക്കുന്ന ആള്, അത് ഫിത്നയാണ്, ഗീബത്താണ്. വേറെ അത് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അയാളെ കാര്യമല്ല നമ്മളീ പറയുന്നത്. അതിൽ അയാൾ ഇരുന്ന് പ്രസംഗിക്കുകയാണ്, അയാൾ ഷാളിട്ട് പ്രസംഗിക്കുകയാണ് എന്ന് ഒരാള് പറഞ്ഞാൽ അതാണ് ഗീബത്ത് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഒരാളെ നമ്മൾ പറഞ്ഞു, അതോ ഇല്ല പോന്ന ആ മുടന്തുള്ള ആളില്ലേ, ആ മുടന്തുള്ള ആള്, അടാ ഞൊണ്ടി പോന്ന ആള്, അയാളുള്ള കാര്യമാണല്ലോ അത് ഗീബത്താ, അത് ഗീബത്താണ്. പിന്നെ ഇതില്ലാത്ത കാര്യം പറഞ്ഞാലോ അത് അപരാധാണ്, അപരാധമാണ്. അല്ലാഹു അക്ബർ. ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുള്ളത് 80 അടിയാണ് ഇവിടെ വെച്ച് അടിക്കേണ്ടത്. 80 അടിയാണ്. അല്ലെങ്കിൽ ആഖിറത്തിൽ പോയിട്ട് ഇടി കൊള്ളേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. വെറുതെ നമ്മുടെ നാവ് സൂക്ഷിക്കുക, അമലുകൾ നഷ്ടപ്പെടുത്തി കളയല്ലേ, വേസ്റ്റ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ. സത്യവിശ്വാസികൾക്കിടയിൽ ഫിത്നകളും ഫസാദുകളും വ്യാപിപ്പിക്കാൻ കൊതിയുള്ളവരെ, അതിന് രസമുള്ളവരെ, അതിൽ രസം കണ്ടെത്തുന്നവരെ, ഈ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ നിങ്ങൾ ശിക്ഷയ്ക്ക് അർഹരാകും. ബാക്കി ആഖിറത്തിൽ ഇവിടെ വെച്ച് തന്നെ കിട്ടുന്നു. الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة. ഒരു വാട്സപ്പിൽ ഇപ്പോൾ ഒരു കേസ് കെട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മോശമായ ഒരാളാണ്, ഒരു മെസ്സേജാണ് നമുക്ക് വന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പെണ്ണിനെ കുറിച്ചാണ് ഒരു മോശമായ മെസ്സേജാ നിന്റെ മൊബൈലിലേക്ക് വന്നോ, നീ അത് ആർക്കും അടുത്ത് നീ ഫോർവേഡ് ചെയ്യരുത്. അത് നീ കണ്ടിട്ട് നീ ഡിലീറ്റ് ആക്കിയാൽ അത് നിന്നോട് കൂടി അത് തീരും. നീ അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നു, അദ്ദേഹത്തിൽ നിന്ന് ബാക്കി ആയിരക്കണക്കിന് ആളുകൾ കാണുന്നു, അവര് കാണുന്നതിന്റെ മുഴുവൻ ശിക്ഷയും നിനക്ക് വന്നോണ്ടിരിക്കും. ഇതിന്റെ എല്ലാത്തിന്റെ ശിക്ഷ മെയിൻ അഡ്മിന് പോകും. അഡ്മിൻ അതാണ് അഡ്മിനെന്ന് അടിച്ച് മിന്നിക്കില്ല അവനെ. എന്റെ പേര് തന്നെ അങ്ങനെയാണ്. എല്ലാ ഫിത്നയുടെ ഉറവിടം അഡ്മിനാണ്. മിന്നൽ പോലെ അടിയായിരിക്കും അവന് നാളെ കിട്ടുക.
എന്നാണ് അഡ്മിൻ എന്നുള്ള പേര് വന്നത്? എല്ലാ ഫിത്നയുടെ ഉറവിടം അവനല്ലേ ഇത് തുടങ്ങി വിടുന്നത് എല്ലാം. ഇനി ആർക്കെങ്കിലും ചേർക്കാനുണ്ടോ? ഈ മുസീബത്തിന് മുഴുവനും തുടക്കം കുറിച്ചിട്ട് ഇവനങ്ങ് മരിച്ചെന്ന് വെച്ചോളി. നഊദു ബില്ലാഹ്. അല്ലാഹു അക്ബർ. ചില സെക്സ് വീഡിയോകളുണ്ട്. ഇത് അഡ്മിൻ ഓരോരുത്തന്മാർക്ക് അയച്ചു കൊടുക്കും. ഇവനെങ്ങാനും ഇത് വിഡ്രോ ചെയ്യാതെ അല്ലെങ്കിൽ ഇത് മുഴുവൻ ഡിലീറ്റ് ആക്കാതെ തൗബ ചെയ്യാതെ ഇവനെങ്ങാനും മരിച്ചാൽ നഊദു ബില്ലാഹ്, ഇത് ഇവനെ കൊണ്ടല്ലാതെ ഇത് മാറ്റാനും പറ്റൂല. ഇവൻ ഖബറിൽ കിടക്കുകയും ചെയ്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എൻ്റെ പൊന്ന് തങ്ങളെ, ഇത് കാണും തോറും അവന്റെ ഖബറിന്റെ ഇടിക്ക് ഒരു സുഖവും ഇല്ല. എൻ്റെ അല്ലാഹ്, ഇതിവിടെ പുറത്തു നിന്ന് കണ്ടവര് ഓരോ സൗണ്ട് ഉണ്ടാക്കും, അത് അകത്ത് കിടന്ന് അവൻ വേറെ സൗണ്ട് ഉണ്ടാക്കും. ഇതായിരിക്കും അവസ്ഥ. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അഡ്മിന്മാർ സൂക്ഷിക്കണം. നല്ലത് മാത്രം ഫോർവേഡ് ചെയ്യും. മോശം ഫോർവേഡ് ചെയ്താൽ അതിന്റെ ശിക്ഷ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ. ഓർത്തോളി സഹോദരിമാരെ, നിങ്ങളടുത്ത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഫന പറഞ്ഞു അന്ന് നിങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് പറയണം, നിങ്ങളോട് എന്നോട് അത് പറയരുത്, എനിക്കതറിയേം വേണ്ട, നീയായി നിന്റെ കാര്യമായി, നമ്മൾ വേണ്ട. സ്റ്റോപ്പ്. നിർത്തിയേക്കം പറയണം. നിന്റെ അമൽ സ്വീകരിക്കണോ? നിന്റെ നിസ്കാരം സ്വീകരിക്കണോ? നിന്റെ തലയിലിടുന്ന തുണി അത് അല്ലാഹ് അംഗീകരിക്കണോ? നിന്റെ ഖുർആൻ പാരായണം അല്ലാഹ് അംഗീകരിക്കണോ? നിന്റെ നോമ്പ് അല്ലാഹ് സ്വീകരിക്കണോ? അല്ലാഹുവാണ് സത്യം. ഞാൻ പറയാണ്, നിങ്ങൾ ഒരാളെ കുറിച്ച് ഒരു ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് പച്ചയിറച്ചി തിന്നാ അത് അല്ലാഹ്ക്ക് വേണ്ട മോളെ, വേണ്ട. നിന്റെ ദുആ അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ ദിക്ർ അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ സ്വലാത്തും അല്ലാഹ്ക്ക് വേണ്ട. ഗീബത്തും നമീമത്തും പറഞ്ഞ നിന്റെ നാവ് കൊണ്ട്, ആ ചള്ളു നാവ് കൊണ്ട് അല്ലാഹ്ക്ക് ഒരു ദിക്ർ നിന്റെ നാവിന്ന് വേണ്ട. അതുകൊണ്ട് അത് ഒഴിവാക്കണം. ഇൻഷാ അല്ലാഹ് പറ. ഇത്ര നാളും വിത്തിന് പറഞ്ഞാലെന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു പോകും, അത് സ്വാഭാവികമാണ്, നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ ഇനി പറയരുത്. ഇൻഷാ അല്ലാഹ് എല്ലാരും പൊരുത്തപ്പെട്ട് കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരുത്തൻ ചോദിച്ചാൽ പൊരുത്തപ്പെട്ട് കൊടുത്തത്. ഇനി നമ്മളിത് പറയരുത്. പറഞ്ഞ നമ്മുടെ അമല് സ്വീകരിക്കില്ല, ദുആ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ അടി കിട്ടുന്നത്. ഹബീബേ, നമ്മുടെ ദുആ ഒന്നും സ്വീകരിക്കുന്നത് എത്ര പേര് ദ്വാരക്കാണ് അങ്ങോട്ട് പോകുന്നത്. ചിലര് പറയുന്നത് അവനൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഉസ്താദ്. ആർക്കാ? അയ്യാക്കേ ഒന്നും സംഭവിക്കുന്നില്ല. അയ്യാക്ക് വല്ല സംഭവിച്ചെനിക്ക് കാണണടാ. ഫിറഔൻ 400 വർഷം ഈ ദുനിയാവിൽ ജീവിച്ച്, 400 വർഷം 400 years 400 വർഷം ഫിറഔൻ ഇവിടെ ദുനിയാവിൽ ജീവിച്ച് ഒരു ജലദോഷം പോലും വന്നിട്ടില്ല ഫിറഔന്. ഒരു ജലദോഷം പോലും ഫിറഔന് വന്നില്ല. ഫിറഔന്റെ വീട്ടിലെ ഗ്ലാസ് വീണ് പൊട്ടിയിട്ടില്ല, പാത്രം വീണ് പൊട്ടിയിട്ടില്ല, കരണ്ട് പോയിട്ടില്ല, വെള്ളം നിന്നിട്ടില്ല, ചാപ്പാട് മുടങ്ങിയിട്ടില്ല, ഡ്രസ്സിന് കുറവ് വന്നിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും ഫിറഔന് വന്നില്ല. എന്നാ ഫിറഔൻ മൂസ നബിയെയും അനുയായികളെയും വേദനിപ്പിച്ചതിനൊരു കണക്കില്ല. ആ നാട്ടിലുള്ള മുഴുവൻ ആണുങ്ങളെയും കൊന്നളഞ്ഞു, പെണ്ണുങ്ങളെ അടിമപ്പണി എടുപ്പിച്ചു, മോശമായ വേലയ്ക്ക് വേണ്ടി പെണ്ണുങ്ങൾക്ക് പ്രചോദനം കൊടുത്തു, പെണ്ണുങ്ങളെ ഇടങ്ങേറാക്കി. ഇതൊക്കെ ഫിറഔൻ ചെയ്തിട്ടും 400 വർഷം ഒരു കുരുവില്ലാതെ ജീവിച്ചു ഫിറഔൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഫിറഔനോട് അള്ളാഹ്ക്ക് ഭയങ്കര പെരുത്ത ഇഷ്ടമായിരുന്ന ഫിറഔനോട്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവനോട് അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല കൊടുക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇദാ അറാദല്ലാഹു ഖൗമാ ഇബ്തലാഹും, ഒരു വിഭാഗത്തെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ വിഭാഗത്തെ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യുമത്രേ. ഫമൻ റളിയ, ആ പരീക്ഷണത്തിൽ ആരാണോ തൃപ്തിപ്പെടുന്നത്, ഫലഹുർരിളാ, അവർക്കെല്ലാവിധ ഭാവുകങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തവും ലഭിക്കും. ഫമൻ സഖിത, ഇനി ആ പരീക്ഷണത്തിൽ അല്ലാഹുവിനെ പഴിചാരുകയും പഴിക്കുകയും നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് ദേഷ്യപ്പെടുകയും ചെയ്താൽ, ഫലഹു സഖ്തു, അല്ലാഹുവിന്റെ ശിക്ഷയും അവന്റെ കോപവും അവന്റെ മേൽ ഉണ്ടായിരിക്കുമത്രേ. നമ്മള് ക്ഷമിച്ചാൽ നമുക്ക് അതിന്റെ കൂലി കിട്ടും. ഇത് അള്ളാന്റെ ഭാഗത്ത് വരുന്നതാണ്, അള്ളാന്റെ ഭാഗത്ത് വരുന്നതാണ്. അത് നമ്മുടെ കുറ്റം കൊണ്ടാണ് അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റിൽ നിന്ന് ഒഴിവായി അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു നമ്മളെ സഹായിക്കും എന്ന ഒരു വിശ്വാസം വേണം.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായി വന്നുപോയ ദുർവ്യയങ്ങൾ നമ്മൾ അല്ലാഹുവോട് പൊരുത്തം വാങ്ങി ചോദിക്കണം. റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വയസ്റാഫനാ ഫീ അംരിനാ. കല്യാണങ്ങളിലെ ഗാനമേളകളെ ഒഴിവാക്കണേ മക്കളെ, ആ ഡാൻസ് നൃത്തവും ഒഴിവാക്കണേ. ഇപ്പൊ TV നമ്മുടെ വാട്സപ്പിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കല്യാണം, ഞാനിപ്പോ അവന്റെ വീടിനടുത്ത ഇന്നലെ ഈ കണ്ണൂർ പോയി പ്രസംഗിച്ച് അവിടെ ശരിക്കും പറയാന്നുള്ള അല്ലാതെ എന്ത് ഫായിദ, പറയുന്നതിന് വല്ല കുറവുണ്ടോ? പുതിയാപ്പിള്ള ഡാൻസ് ആടാണ്. ഡാൻസ് ആടിയിട്ട് പെണ്ണ് സ്വന്തം ഭാര്യയല്ല പിടിക്കുന്ന, സാരി എടുത്തോണ്ട് അടുത്തൊരു പെണ്ണ് നിന്ന് കിട്ടിയതൊക്കെ പിടിച്ച് അവരെയൊക്കെ അവളുമാരെയൊക്കെ പിടിച്ച് വെച്ചിട്ട് കുലുക്കാൻ തുടങ്ങി. എല്ലാവരും കുലുക്കി കത്തത്താ അതായി. ജമാഅത്തിൽ നിന്നെല്ലാം പുറത്താക്കി, ജമാഅത്തിൽ നിന്നൊക്കെ പുറത്താക്കി. ഈ സമുദായത്തെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് അഹങ്കാരത്തോടുകൂടി, എന്നിട്ട് കർണാടകത്തിൽ നിന്ന് കുറെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അർദ്ധ നഗ്നകളാക്കിക്കൊണ്ട് കൊമ്പൊക്കെ വെപ്പിച്ചുകൊണ്ടുള്ള ഭയങ്കരമായ ഡാൻസ്. എന്താണ് ഒരു മുസ്ലിമിന്റെ കല്യാണം? വേശ്യാലയം. തന്തയ്ക്കും തള്ളയ്ക്കും ഒരു വിവരം എന്ന് പറയുന്ന സാധനം ഇല്ല. ഇവളുമാരൊക്കെ ഉണ്ടാക്കിയ പൈസ ഹറാമിന്റെ പൈസ ആണ്. ആ ഹറാമിന്റെ പൈസ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ ഹറാം ഇറങ്ങി വന്നത്. അതിലൂടെയാണ് ഈ പണി ചെയ്യുന്നത്. വേറും വൃത്തികെട്ട ഒരു മുസൽമാൻ ശരിയെങ്കിലും ഈമാന്റെ പറ്റി, ഇസ്ലാമിന്റെ പറ്റി. നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ദഫ്, ഒരു സന്തോഷത്തിന്റെ പേര് ഒരു ദഫ് നീ വൈ. പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് നഗ്നകളായ അർദ്ധ നഗ്നകൾ എന്നിട്ട് പർദായും സാമാനും ഒക്കെ ഇട്ടോണ്ട് കാണുമായിരുന്നു. ഒരാട്ടം കൊള്ളാം, അമ്മക്കൊന്ന് ആടി നോക്കിയാലോ കളിയാ, എന്തൊരു നോട്ടോ. നാണമില്ലല്ലോ. എങ്ങനെ അള്ളാന്റെ സഹായം കിട്ടും? നമുക്ക് ഈ പ്രസംഗത്തിനോട് തന്നെ വെറുപ്പായി. എന്തിന് പ്രസംഗിക്കണം അബീവേ? നമ്മൾ നല്ല ആളായിട്ടല്ല, പക്ഷെ തെറ്റുകൾ നമ്മളും ചെയ്യും. പക്ഷെ ഇങ്ങനെ ഈ ഉമ്മത്തിനെ മൊത്തം പിഴപ്പിക്കല്ലേ ഇത്? കല്യാണ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു ഹലാലായ ഒരു കാര്യം, ഒരു ഇബാദത്തിന്റെ കാര്യം, ആ ഇബാദത്തിന്റെ കാര്യത്തിനുവേണ്ടി വിളിച്ചു വരുത്തിയിട്ട് തെമ്മാടിത്തരം കാണിക്കാൻ വേണ്ടി ഈ ഉമ്മത്തിനെ മൊത്തം അതിനെ സാക്ഷി നിർത്തല്ലേ? നമ്മൾ മൊത്തം തെമ്മാടിത്തരം കാണണ്ടേ? മുസ്ലിയാരാണെങ്കിൽ തന്നെ നിക്കാഹ് നടത്തുന്നതിന് മുമ്പായി സംഭവം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിരുന്നു അതെ കൂട്ടത്തിലുള്ള ആളുടെ അളിയാ നോക്കളി പിന്നെ അല്ലാതെ അസ്തഗ്ഫിറുല്ലാഹ് സൃഷ്ടിച്ചില്ലായിരുന്നു നമ്മുടെ കാര്യം എന്താ ഇല്ല. ആകെ കുടിക്കും അസ്തഗ്ഫിറുല്ലാഹ് ഇല്ലായിരുന്നെങ്കിൽ അല്ലോ പടച്ചവനെ അസ്തഗ്ഫിറുല്ലാഹ് ഇല്ലായിരുന്നു നമ്മുടെ അവസ്ഥ. ഒരു സ്ഥലത്ത് പള്ളിയിൽ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയി കാറിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇല്ല അവളുമാരെ ഇങ്ങനെ വന്ന് കുച്ചിപ്പിടി. എന്താണ് അതിന്റെ കട ഉദ്ഘാടനത്തിന് ഇതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് വിശിഷ്ടാതിഥികൾ വരുമ്പോ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് അവരുടെ മുന്നിൽ പോകണമെന്ന് ഇതിലാരെ ദുആറക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നമ്മൾ പോയി അവിടെ ഇറങ്ങി ഉടനെ ഈ സാമാനം നേരെ കയറി ഇതാ വരുതേ നെഞ്ചിന്റെ നേർക്ക് ഇവളുമാർ. ആണുങ്ങളാണെങ്കിലും വേണ്ടിയില്ല, ഈ പെണ്ണുങ്ങൾ പെട്ടെന്ന് അതേപോലെ കാറിൽ കയറി വണ്ടി വിട്ട് അവിടുന്ന് ഇവിടെ പോയിട്ട് എന്ത് ദുആറക്കാനാ? ഇവളുമാര് വലിയ കുത്തുറാത്തീവ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇനി അമ്മയുടെ ദുആ അവിടെ എന്തിനാ സംഭവം? ഇറങ്ങിപ്പോയി. നീ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് ദുആറുന്ന അടുത്ത വാട്സാപ്പ് ഇട്ടിട്ട് വേണം കണ്ട വലിയാര് കണ്ടില്ലേ മുഖദ്ദസായ സ്ഥലത്തിരുന്ന് ദുആറക്കുന്നെന്ന് പറയും സംഭവം. കല്യാണത്തിന് ഇപ്പൊ അങ്ങനെ എല്ലാ ഫ്രണ്ടില് കടയുടെയൊക്കെ ഫ്രണ്ടിൽ എന്നിട്ട് ഉടായ്പിൽ കൊണ്ടുവന്ന് സുബൈ കഴിഞ്ഞ ഒരു ദുആയും എന്നിട്ട് പിന്നീട് ബാക്കിയുള്ള തമ്മാടിത്തരങ്ങൾ. എന്തിനാ ബീവേ? പിന്നെ നമ്മൾ പിന്നെ 500 രൂപ കിട്ടുമെന്ന് ഓർത്തായി പോകുന്നത്. എന്ത് ചെയ്യാൻ? രാവിലെ എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്ത് പോവാം. മൊയിലിയാർക്ക് 500, മറ്റേ റിബം മുറിക്കാൻ വരുന്നവർക്ക് 5 ലക്ഷം ഇല്ലയോ? നമ്മൾ പോയിട്ട് ദുആർക്ക് അല്ലാഹു ബർക്കത്ത് അപകടങ്ങളെ തൊട്ട് കാക്കണേ, മോളിൽ നിന്നും താഴെ നിന്നും വലത്തുനിന്നും ഇടത്തുനിന്നും നിലത്തുനിന്നും മോളിൽ നിന്നും വെള്ളത്തിൽ നിന്നും കടലിൽ നിന്നും കായലിൽ നിന്നും കാറ്റിൽ നിന്നും വരുന്ന എല്ലാ മുസീബത്ത് ഷർറ് ഇടങ്ങേറ് ബലാം മുസീബത്തിൽ നിന്നൊക്കെ നീ കാത്തു രക്ഷിച്ച് ഈ കടയിൽ ഒത്തിരി കച്ചവടം മലക്കളെ കൊണ്ട് ഇറക്കിയിട്ട് പടപടാന്ന് കൊടുത്തല്ല അനുഗ്രഹിച്ച് റായത്തിലും ബർക്കത്തിലും സഹത്തിലും ഒറ്റ ശ്വാസത്തിൽ 90,000 കാര്യം പറഞ്ഞ് ദ്വാരന്ന് ഇറങ്ങി വരുമ്പോൾ 500 രൂപ. അതും പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കാത്ത നോട്ടുമായിരിക്കും സംഭവം.
നമ്മൾ പള്ളി വന്ന് നമ്മൾ അന്നേരം നോക്കുമല്ലോ, കൈമടക്കി പള്ളി വന്ന് നോക്കുമ്പോഴത്തെ 5-6 പ്ലാസ്റ്റിക് സർജറി ചെയ്തായിരിക്കും ഒട്ടിച്ചൊക്കെ വെച്ച സാധനം. ഇതൊക്കെയാണ് മറ്റേ ഇല്ല. അവരിങ്ങോട്ടല്ല കാരണത്തൊക്കെ വന്നിട്ടുള്ള ഷൂട്ടും കോട്ടും ഒക്കെ ഇട്ടുള്ള കത്തി എടുത്തിട്ട് വന്ന് 2 മുറി. എടാ നിന്റെ ഒടുക്കത്തെ നിന്റെ ജീവിതം ഞാൻ മുറിക്കണ്ട, ഇതേപോലെ നിന്റെ ഇടങ്ങേറിന്റെ തുടക്കാണ് എന്നും പറഞ്ഞ അവൻ്റെ നെഞ്ചിൽ കത്തി വെച്ചൊരു സർജറി ചെയ്ത് കൊടുക്കുമ്പോൾ 5 ലക്ഷം രൂപ. കറക്റ്റാണ്, ഒരു ഓപ്പറേഷൻ 5 ലക്ഷം രൂപ അതാ കൊടുത്തു. ഈ വർക്കത്തിന് വേണ്ടി ദുആരുന്നതിന് നമുക്ക് ആലോചിച്ച് നോക്കില്ലേ? അതുകൊണ്ട് വർക്കത്തില്ലല്ലോ. കടകളിലൊക്കെ എവിടെ വർക്കത്തുള്ള, എവിടെ വർക്കത്തുള്ള? ഉസ്താദന്മാരെ കൊണ്ട് ദ്വാരുന്ന ഒരു സംഭവം തുടങ്ങിയ അത് മതി. ഹലാസ്, നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞു, അവിടെ വേറെ പരിപാടിയില്ല. ഇതങ്ങനെയാണോ? ആഡംബരങ്ങൾ, ഇസ്രാഫ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുമ്പോ നമ്മൾ അല്ലാഹുവിനോട് ദുആ എടുക്കണം. റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ. അടുത്ത 3-ാമത്തെ ദുആ, വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ പാദങ്ങൾ ഇടറിപ്പോകാതെ ഉറപ്പിച്ച് നീ നിർത്തണേ അല്ലാഹ്. സബ്ബിത് അഖ്ദാമനാ, ഉറപ്പിച്ച് നിർത്തണേ. എത്ര വലിയ സൈന്യത്തെ കണ്ടാലും പേടിക്കാൻ പാടില്ല. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ. ഭയങ്കരമായിട്ട് നിങ്ങൾക്കെതിരെ ശത്രുക്കളെ കൂടിയിരിക്കണം കേട്ടോ, ആള് കൂടുതലാണ്. അങ്ങനെ പറയൂ. സഹാബാക്കടുത്ത് പറഞ്ഞപ്പോ അതെയാ ആളെല്ലാം കൂടിയാ, ഒരുപാട് പേര് കൂടിയാ. വഖാലൂ, ആ സഹാബത്ത് പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് മതിയായവനാണ്. വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമനും അവൻ തന്നെ. സഹാബാക്കൾ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എപ്പോഴും എല്ലാവരും ചൊല്ലണം. ഇവിടെയാണ് മഹാന്മാരൊക്കെ ഉമ്മാനോട് അമ്മിക്കുട്ടി സുറത്തൊക്കെ പറയുന്ന അതാണ്. 450 പ്രാവശ്യം ദിവസം രാവിലെയും വൈകിട്ടും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അതിലിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് അതാണ്, ഖുൽ ഹസ്ബിയല്ലാഹ്, ഹസ്ബിയല്ലാഹ്. നമ്മളത് മുറുകെ പിടിക്കണം. ഏത് സമരത്തിലും 10 മുദ്രാവാക്യം വിളിക്കുമ്പോൾ 5 പ്രാവശ്യം നിങ്ങൾ അല്ലാഹുവേ ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. നമ്മൾ 100 പേരുമായിട്ട് പോകുമ്പോൾ പകുതി പേര് ദിക്റിലായിരിക്കണം ആ സമരത്തിൽ. അല്ലാഹുവേ നീ വിജയിപ്പിക്കണം. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ. ഞങ്ങളുടെ പാദമൊക്കെ ഉറപ്പിച്ച് നിർത്ത് പടച്ചവനെ, പേടിയെടുത്ത് കള പടച്ചവനെ. എന്നിട്ട് ലാസ്റ്റ് ഒരു വാക്കൂടെ, വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, കുഫാറുകൾക്കെതിരെ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ നാഥാ. സത്യവിശ്വാസികളെ നീ വിജയിപ്പിക്കണമേ റബ്ബേ. മുശ്രിക്കീങ്ങളെ നീ പാടെ പരാജയപ്പെടുത്തണേ അല്ലാ. സത്യത്തിന് നീ വില നൽകണേ അല്ലാ. സത്യം നീ വിജയിപ്പിക്കണേ റബ്ബേ. പാവപ്പെട്ട നമ്മുടെ മുസ്ലിം, ഹിന്ദു, ക്രൈസ്തവ സഹോദരങ്ങൾ, ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ മഹത്തായ ഭാരത രാജ്യം. എന്ത് സന്തോഷമാണ് നമുക്കിടയിൽ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പെരുന്നാൾ വന്നാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കും, അവർക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വന്നാൽ ഇങ്ങോട്ടും തരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിന്നും കൊടുത്തും. ഗോപാലൻ്റെ കടയിൽ പോയി നമ്മൾ ചായ കുടിക്കും, അബൂബക്കറിന്റെ കടയിൽ വന്ന് അവർ ചായ കുടിക്കും, ഏലിയാസിന്റെ കടയിൽ പോയി നമ്മൾ പാല് മേടിക്കും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. ആ ഒരു സാഹോദര്യം, സൗഹാർദ്ദ അന്തരീക്ഷം നമ്മളിൽ നിന്ന് എടുത്തു കളയാനുള്ള കുൽസിത ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൽ ജയിക്കാൻ ഒരേ ഒരു വഴി അള്ളാഹുലേക്ക് പൂർണ്ണമായിട്ട് മടങ്ങുക. ഇസ്തിഗ്ഫാർ ദുആ, ഇസ്തിഗ്ഫാർ ദുആ. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ദുആ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് സദഖകൾ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. സുന്നത്ത് നോമ്പ് നമ്മൾ എടുക്കണം, വിധവകൾക്ക് ഭക്ഷണം കൊടുക്കണം, രോഗികളെ പോയി കണ്ടിട്ട് സഹായങ്ങൾ ചെയ്യണം, അനാഥ മക്കളുടെ തല തടവണം, എണ്ണ തേച്ചു കൊടുത്ത് അനാഥ മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മളൊരു ദുആ ഇറക്കണം. പടച്ചവനെ നീ സഹായിക്കണേ അല്ലാ, ഇന്നെ വിജയിപ്പിക്കണേ അല്ലാ, ഇന്ന സ്ഥലത്ത് നിന്ന് രക്ഷ നൽകണേ അല്ലാ എന്നുള്ള ദുആ അതിന്റെ കൂട്ടത്തിൽ ചെയ്താൽ ഇൻഷാ അല്ലാ റബ്ബ് നമുക്ക് തീർച്ച വിജയം നൽകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ആത്മാർത്ഥമായി ചൊല്ല്. ആ സ്വലാത്തിന്റെ ബർക്കത്തോടെ നമുക്കൊരു ദുആ ഇറക്കാം.
സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കച്ചൊല്ലു ഉഷാറ് കിട്ടട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.